ഹലോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. വേറൊന്നുമല്ല, നമ്മളിന്ന് ബോട്ട് ക്ലബ്ബിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്നിപ്പോൾ തിരുവോണത്തിൻ്റെ തലേദിവസം ഉത്രാടാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ടായി നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് വെച്ചിട്ട് അമ്പാടിയും ചക്കവും കുഞ്ഞാറ്റെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ദച്ചും വിഷുവിനും കൂടി വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോയി. എന്നിട്ട് എല്ലാവരെയും കൂടെ ഒരു ഓട്ടോയിൽ കയറ്റി നമ്മൾ വീട്ടിൽ വന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ വന്നിട്ട് ബോട്ട് ക്ലബ്ബിലോട്ട് പോകും. ഇപ്പോൾ ബോട്ട് ക്ലബ്ബ് എത്തി കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഓണായതുകൊണ്ട് സൂപ്പറായിട്ട് എല്ലായിടത്തും ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ചെടികളൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഗാനമേളയും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് പറഞ്ഞുകൊണ്ടാണ് ഫുൾ സൈലൻ്റ് ആക്കിയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഫുള്ള് പാട്ട് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവിടെ കളിക്കാനായിട്ട് ഒരുപാട് സ്ഥാനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ തുള്ളിച്ചാടി അമ്പിളി ചേച്ചി ഞാനും കൂടിയാണ് ഇവരെല്ലാത്തിനും കൊണ്ടുവന്നത്. അതിന് വേറെ ആരും വന്നില്ല. കാര്യം എന്താ വെച്ചല്ലേ, അച്ഛന്മാർ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇവർക്ക് കളിക്കാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല അവർ തലേദിവസം തിരുവനന്തപുരം തലേദിവസം ഉണ്ട്, അവിടെ കുറേ പരിപാടികളുണ്ട്. അത്തപ്പൂ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് ഇവിടെ ചെന്നിട്ട് ഇതൊക്കെ പണ്ടേ ഉള്ള സാധനങ്ങളാണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇതിൽ പിന്നെ മാത്രമല്ല, എപ്പോൾ വരുമ്പോഴും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വന്നപ്പോൾ ഏകദേശം 8-8:30 മണിയായിട്ടുണ്ട്. ആരുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരുവോണമാണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ആരും ഇല്ല. സത്യത്തിൽ 1-2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കളിക്കാനായിട്ട് പറ്റും കേട്ടോ. അതായത് ഈ സാധാരണ വരുമ്പോഴത്തേക്ക് ഇത് വെയിറ്റ് ചെയ്ത് നിന്നാണ് ഇതിലൊക്കെ കയറാൻ പറ്റുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതാ ഒരു ട്രെയിൻ എടുക്കുന്നത്. ഈ ട്രെയിനിൻ്റെ ഡ്രൈവർ ചേട്ടനാണ് ഇങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മൾ ട്രെയിനിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് യാത്രയില്ല. അതിന് മുന്നേ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പോയി പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും കയറി. അങ്ങനെ വിഷു ബാക്കിൽ പോയി കയറി. ബാക്കി എല്ലാവരും ഇതിൻ്റെ അകത്ത് കുറേ പേർക്ക് കയറാം. കുറേ പേർക്ക് നമ്മളിപ്പം ഇത്രയും പേർക്ക് കയറാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിഷുവിനെയും കൂടെ അതിൻ്റെ അകത്ത് കെട്ടി പാട്ടൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പം വിഷു പറഞ്ഞ് നമുക്ക് കൊച്ചിയിലോട്ട് വിടാമെന്ന്. അങ്ങനെ അമ്പിളി ചേച്ചി ആ ചേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടാ കൊച്ചിയിലോട്ട് വണ്ടി കിട്ടോ എന്ന് പറയും കേട്ടോ. പിന്നെ ഇതെല്ലാം കുറേ കളിക്കാനുള്ള സംഭവങ്ങൾ അവരിപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല സ്ഥലമാണ്. കാര്യം എന്ന് വെച്ചാൽ ഫുൾ ചെടികളും ഇതുമായിട്ടുള്ള നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്ക് പ്രത്യേകിച്ച് കളിക്കാനായിട്ട് തണലുണ്ട്. എപ്പോൾ വന്നാലും തണലുണ്ട്. അതുകൊണ്ട് കണ്ടോ, ഫുള്ള് മരമാണ്. പിന്നെ നിറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല രാത്രിയായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നല്ല രാത്രി എന്ന് വെച്ചാൽ നല്ല ഇരുട്ടുണ്ട്. പക്ഷെ ഈ ലൈറ്റ് അത്ര ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല വെട്ടമുണ്ട് കേട്ടോ. കണ്ടോ, വീഡിയോ എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലതായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വന്നിട്ട് അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ സ്റ്റാർട്ടായിട്ട് നമ്മൾ ആ നിൽക്കണ സ്ഥലത്ത് നിന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റിയിട്ട് 2 റൗണ്ട് അടിക്കും കേട്ടോ. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. വലിയവരെയും കയറ്റും, ചെറിയവരെയും കയറ്റും. അങ്ങനെ എല്ലാവർക്കും കയറാം. പക്ഷേ ആ കളിപ്പാട്ടങ്ങളിലൊക്കെ കളിക്കാനുള്ള സാധനങ്ങളിലെല്ലാം കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ 12 വയസ്സോ എന്തോ ഉള്ളവർക്ക് മാത്രമേ കയറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഈ സ്ഥലത്തിൻ്റെ മേളിലോട്ട് ഇങ്ങനെ കുന്ന് പോലത്തെ സ്ഥലമാണ് കേട്ടോ. അവിടെ കയറത്തില്ല ട്രെയിന്. അല്ലാതെ താഴെ കൂടി നമ്മളിങ്ങനെ കൊണ്ടുപോകും കേട്ടോ. ഈ വലിയ മരമൊക്കെ കണ്ട ഇതിൻ്റെ ഓരോ സൈഡിലും കളിക്കാനായിട്ട് പിള്ളേർക്ക് ഓരോ സംഭവം വെച്ചിട്ടുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ ചെടി, പ്രത്യേകിച്ച് ആ ഗ്രീൻ കളർ ചെടിയിൽ പർപ്പിൾ കളർ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, പർപ്പിൾ കളർ വെച്ചിട്ട് അങ്ങനെ അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്ക് ഇരിക്കാം. അതുപോലെ വലിയ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഇവിടെ കളിക്കാനായിട്ട് ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇവിടെ കളിക്കാനായിട്ടുണ്ട്. ഇതുപോലത്തെ 2-3 സ്ഥലത്തുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ നമുക്ക് ഒരു എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേർ ഓടി നടന്ന് കളിച്ചോളും. അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് മേളിൽ വന്നിട്ട് കുറേ കളിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ അതിനെല്ലാത്തിനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ കളിക്കുന്നതിന് ഒരു ടിക്കറ്റ് മതി. പിന്നെ ഈ ട്രെയിനിന് മാത്രം സ്പെഷ്യലായിട്ട് ടിക്കറ്റ് എടുക്കണം. പിന്നെ മേളിലത്തേന് കുറേ അത് നമ്മൾ പോണ വഴിക്ക് കാണാം കേട്ടോ. അതിന് ഓരോന്നിൽ കയറുന്നതിന് ഓരോ രീതി ഓരോന്നായിട്ട് ടിക്കറ്റ് എടുക്കണം. പിന്നെ ഈ പോണ വഴിക്ക് തന്നെ നമുക്ക് ഇവർ നേരത്തെ ഐസ്ക്രീം കഴിക്കാനായിട്ട് താഴെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മേളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് താഴെയും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഫുള്ള് കാടാണ്. കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നിറച്ചും ഇങ്ങനെ ചെടി വെച്ചിട്ടുണ്ട്. ആ വഴി കൂടിയിട്ടാണ് മേളിലോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, പിള്ളേർ 1-2 പിള്ളേർ. സാധാരണ ഞങ്ങൾ സൺഡേ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നിറച്ചും കുട്ടികളായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ നേരത്തെ ഈ ട്രെയിൻ ഉണ്ടായിരുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഇത് നമ്മൾ കയറിയേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് പൈസയൊന്നും ആവത്തില്ല കേട്ടോ ടിക്കറ്റിന്. അപ്പോൾ ഇതിൽ പോകാനായിട്ട് നല്ല സുഖമുണ്ട്. ഇതാ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് താഴെയും കൂടെ ഒരു ഷോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ സമയം പോലെ ആൾക്കാരുണ്ടോ, വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും എല്ലാവർക്കും അതിൽ കയറാം കേട്ടോ. പിന്നെ വന്നിട്ട് അതിനൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നു വലിയ ആൾക്കാർക്ക് ഇതിനകത്ത് കയറി 20 രൂപയും ചെറിയ ആളിന് കുട്ടിക്ക് 10 രൂപ അങ്ങനെ എന്തോ ആണ് ടിക്കറ്റ്. ഞാൻ മറന്നുപോയി കേട്ടോ ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന്. പിന്നെ നമ്മൾ 2 റൗണ്ട് ഇതിൽ ചുറ്റിയിട്ട് അവിടെ കൊണ്ടുവന്ന് ആക്കും കേട്ടോ. പക്ഷേ നല്ല ട്രെയിനിൻ്റെ അകത്ത് നല്ല പാട്ടുകളൊക്കെ ഇട്ടാൽ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ബോറടിക്കില്ല, ഭയങ്കര രസമുണ്ട് കേട്ടോ. പിന്നെ എന്താ, നമ്മൾ നേരത്തെ കയറിയ കറങ്ങുന്ന സാധനം പിള്ളേർ കയറിയില്ലേ, അങ്ങനെ ഇവരൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദച്ചു വിഷുവിന് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ എന്താണ്, എന്തൊക്കെയോ വിഷുവിനും ദച്ചും ചോദിക്കുന്നുണ്ട്. ഇവർക്ക് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിക്കോളാൻ വയ്യാതിരിക്കുകയാണ്. കാരണം എല്ലാത്തിലും കയറണമല്ലോ. ഇതിവിടെ ഉണ്ടല്ലോ ബോട്ടിങ് ഉണ്ട്. പക്ഷേ രാത്രി എത്ര ടൈം കഴിയുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് പൂളുണ്ട്. പിന്നെ എന്താണ്, വേറെ ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ. ഈ സൈഡ് ഉണ്ട്, ഈ സൈഡ് മുഴുവൻ കാടാണ് കേട്ടോ. അതാണ് വിഷൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. കാര്യം എന്താണ്, അമ്പിളി ചേച്ചി തിരിച്ചിരുത്തുന്നുണ്ട്, കണ്ണിൽ എന്തെങ്കിലും വന്ന് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങണതിന് മുന്നേ അവരങ്ങ് ഓടി കേട്ടോ. പിന്നെ ആൾക്കാർ കുറവുണ്ടായിരുന്നതുകൊണ്ടേ നമുക്ക് പിന്നെ പേടിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങ് വിട്ടേക്കായിരുന്നു. ഇവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരില്ല, എല്ലാത്തിലും ഇവർക്ക് കയറാൻ പറ്റി. മറ്റേ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ നിറച്ച് മേളിൽ തൊട്ട് ഉള്ള എല്ലാ മരത്തിലും അവർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, എന്താ ഭംഗി എന്നുവെച്ചാൽ നമ്മൾ സമയം പോയത് അറിഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ ഇവർക്ക് ഒരു സന്തോഷമായിട്ട് വെക്കേഷനല്ലേ, വെക്കേഷൻ പെട്ടെന്ന് പോയല്ലോ. നാളെ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്കൂൾ തുറക്കാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ ദച്ചുവിനെ മാത്രം അന്ന് അവിടെ പോയപ്പോഴത്തേക്ക് ആനത്താവളത്തിൽ പോയപ്പോഴത്തേക്ക് ഒന്ന് കൊണ്ടുപോയി. വിഷുവിനെ ഒരിടത്തും കൊണ്ടുപോയില്ല. അങ്ങനെ തിരുവോണത്തിൻ്റെ തലേദിവസമായിട്ട് പോലും ഞാൻ ഇറങ്ങിയത്, കാരണം ഒന്ന് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ സമയം പോലും. എനിക്കാണെങ്കിൽ പിറ്റേ ദിവസത്തെ കുറേ പണിയുണ്ട്. അമ്പിളി ചേച്ചി ഇതോ അവിടെ പോയൊരു ബെഞ്ചിൽ സീറ്റ് അങ്ങ് പിടിച്ചു. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ല. കാരണം ഇവർ ഓടി നടന്ന് ഇനി എപ്പോഴാണ് തിരിച്ചു വരണതെന്ന് പറയത്തില്ല. അങ്ങനെ ദച്ചു ഇതുവഴി വലിഞ്ഞിട്ട് കയറാനായിട്ട് നോക്കി, പക്ഷേ കയറാൻ പറ്റിയില്ല. ചക്കും പാവം കേട്ടോ. ദച്ചുവിനെ ഭയങ്കരമായിട്ട് കയറിയും അവൾ പക്ഷേ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് ദച്ചു പിന്നെ സ്റ്റെപ്പ് വഴി കയറി കേട്ടോ. സ്റ്റെപ്പ് വഴി കയറിയിട്ട് ഈ ദച്ചു ആണെങ്കിൽ ദച്ചുവിന് ഇതിലൊക്കെ കയറാനായിട്ടൊരു പേടിയുണ്ട്. അതുകൊണ്ട് എപ്പോഴും പതുക്കെ മാത്രമേ ചെയ്യുള്ളൂ. ഇതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ യെല്ലോ കളർ സ്ലൈഡിൽ കയറാൻ നേരത്ത് കുഞ്ഞാറ്റ ഇപ്പോൾ ചടപടേന്ന് പറഞ്ഞ് താഴെത്ത് അങ്ങ് പോയ വിശ്വനാണ്. ഇവർ കയറിയോണ്ട് അവിടെ നിന്ന് ഓടിക്കൊണ്ട് വന്നത്. വിശ്വന് കുഞ്ഞാറ്റൊക്കെ ചടപടേന്ന് വന്നേ. ദച്ചു പറഞ്ഞു നോക്കിക്കോണേ പതുക്കെ പിടിച്ച് ഇറങ്ങുള്ളൂ. കാരണം അവർക്ക് ഭയങ്കര പേടിയാണ്. ഇതിനിടയിൽ അമ്പാടി കുരങ്ങൻ തൂങ്ങിക്കിടക്കും പോലെ ഇത് കണ്ടുകൊണ്ട് വിശ്വനും അതിൻ്റെ അകത്ത് വലിഞ്ഞിട്ട് കയറി. പക്ഷെ അമ്പാടിക്ക് ചെയ്യാൻ പറ്റും. വിശ്വനാണെങ്കിൽ കൈവിട്ട് പോകും കേട്ടോ. അവന് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ അതിൻ്റെ അകത്ത്.
എല്ലാവരും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് നോക്കണം. കാരണം നമുക്ക് ഒരുപാട് പൈസ ആവത്തില്ല, ടിക്കറ്റിനായാലും ഒരുപാട് പൈസ. പക്ഷേ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യും. നമ്മൾ മ്യൂസിയത്തിൻ്റെ അവിടെ സൂവിൻ്റെ അപ്പുറം ഉണ്ടല്ലോ, അവിടെ ഉണ്ട് പാർക്ക്. പക്ഷെ അവിടെ ഒന്നുമില്ല കേട്ടോ. അതിന് ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് കളിക്കാനായിട്ട് ഒരുപാട് റൈഡ്സ് ഉണ്ട്. പിന്നെ വന്നിട്ട് എന്താണ് ഇതിനകത്ത് തന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് കുറച്ചും കൂടെ രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ട് ഓരോന്നായിട്ട് അവർ എപ്പോൾ വരുമ്പോഴും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വന്നിട്ട് പുതിയതായിട്ട് എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ എന്തായാലും വരാമെന്ന് വിചാരിച്ച് ഇവർ എല്ലാവരെയും കൊണ്ട് ഇറങ്ങിയത് കേട്ടോ. വിഷുതൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഇവർ എല്ലാത്തിലും കയറി മറിയുവാണ് അങ്ങ്. ഏതിലൊക്കെയോ വഴിയൊക്കെ ഓടുന്നത്. തിരിച്ച് പോകുമ്പോഴത്തേരത്ത് എല്ലാത്തിനെയും പിടിച്ചെടുത്തുകൊണ്ട് പോവാം, അതേ നടക്കുള്ളൂ. അല്ലാതെ ഓരോരുത്തരുടെ പിറകെ ഓടാനായിട്ട് നടക്കില്ല. കാര്യം ഒരാൾ വേറൊരു വഴി അങ്ങനെ അവിടെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്, ഈ പോണ വഴിക്ക് ഇവിടെ. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോയി ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വന്നത്. അടിപൊളി ഗംഭീര ഫുഡായിരുന്നു കേട്ടോ. വയറ് നിറച്ച് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവർക്ക് പിന്നെ വിശപ്പൊന്നുമില്ല. കളിച്ച് മറിഞ്ഞ് ഇനി ഈ തളരുമല്ല, അപ്പം ഉണ്ടാവണ വിശപ്പ് മാത്രമേ ഉള്ളൂ. അതിനി വീട്ടിൽ പോയി കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. കാരണം ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, വെറൈറ്റി ഫുഡ്സ്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടാണ് വന്നത്. ദച്ചു ആണെങ്കിൽ അവിടെ ഗുലാബ് ജാമും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദച്ചുവിന് സാധാരണ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞതുകൊണ്ട് അതൊന്നും കഴിച്ചില്ല. എങ്ങനെയെങ്കിലും ബാക്കിയുള്ള സാധനങ്ങൾ കൈ കിട്ടിയതെല്ലാം വാരി കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഓടിയത്. അതിനിടയിൽ അവിടെ കയറി കുറച്ച് നേരം കളിച്ചിട്ട് തിരിച്ച് അവർ രണ്ടുപേരും കൂടി കുഞ്ഞാറ്റയും ചക്കും അങ്ങ് ഓടി കേട്ടോ. ദച്ചുതാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുവാണേ. എന്നിട്ട് അവൾ പറഞ്ഞ് നമുക്ക് അങ്ങ് പോവാമെന്ന് പറഞ്ഞിട്ട് വന്നതാ. എന്നിട്ട് ഇവർ തിരിച്ച് കയറിയപ്പോഴത്തേക്ക് ഇവളും കൂടി തിരിച്ച് കയറി. ഇതിനിടയിൽ ഇത് കണ്ടോ, ഈ സ്ലൈഡിൽ കയറുമ്പോഴും ഇവൾ വന്നിട്ട് പതുക്കെ ഇവരെല്ലാം സ്പീഡിന് പൊക്കോണ്ടിരിക്കുകയാണേ. ദച്ചു പതുക്കെയാണ്. പക്ഷേ ഈ നാളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിള്ളേർ വരുമ്പോഴത്തേക്ക് ചവിട്ടിങ്ങിടും. ദച്ചു പതുക്കേ പോളൂ. ദച്ചുവിന് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ നല്ല പേടിയുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് മേളിൽ കയറി താഴെ എത്തിയത് കുഞ്ഞാറ്റ ദച്ചുവിനെ കാണാത്തതുകൊണ്ട് അതിൽ കൂടി വലിഞ്ഞിട്ട് കയറുകയാണ്. അങ്ങനെ എന്താണ് ഇവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത സൈഡിലോട്ട് പോകാൻ തുടങ്ങി. അവിടെ വന്നിട്ട് ഇങ്ങനെ നെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലിങ്ങനെ കയറാനായിട്ട് പറ്റും. അങ്ങനെ അമ്പാടി അതിൽ കയറി. കാരണം അവൻ വലിയ കുട്ടിയില്ലേ, അപ്പോൾ അവന് വേറെ ഒന്നിലും കയറാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അതിലവൻ കയറി കേട്ടോ. പിന്നെ അതാ ചക്കൂസും ദച്ചുവും കൂടെ ഇതാ ഞാൻ പറഞ്ഞത്, ഈ വയലറ്റ് പർപ്പിൾ കളർ ഉണ്ടോ ചെടിയിൽ ഇങ്ങനെ ഇട്ടേക്കണം. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ എല്ലാത്തിലും കയറുകയാണ്. ഇപ്പം തന്നെ മണി ഏകദേശം 9 മണി എന്തോന്നാണ്. ഇവിടെ 10 മണി വരെ എന്തോ രാത്രി ഉണ്ട് കേട്ടോ. 10 മണി വരെ ആകുമ്പോഴത്തേക്ക് അടയ്ക്കും. 10 മണി ആകുമ്പോഴത്തേക്ക് അടയ്ക്കും കേട്ടോ. അതുവരെ ടൈം ഉണ്ട് കേട്ടോ. പിന്നെ മൺഡേ എന്തോ അവധിയാണ് കേട്ടോ. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ എന്നിട്ട് എന്താണ് നമുക്ക് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റും. കാര്യം ഒരു 10 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ദൂരമേ ഉള്ളൂ. പിന്നെ കുഞ്ഞാറ്റ ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ മ്യൂസിക് കേൾക്കണമുണ്ട്. ഗാനമേള ഇത് അല്ലാതെ അവർ പാട്ടിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി കേൾക്കണമുണ്ട്. എനിക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ, വോയിസ് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശബ്ദമില്ലാതെ റെക്കോർഡ് ചെയ്യുന്ന കേട്ടോ. എന്നിട്ട് ഇതിനിടയിൽ വേറെ 1-2 കുഞ്ഞു പിള്ളേരുണ്ട് കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ ചക്കു അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അടുത്ത വിഷു അതിൽ ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. വിഷു അതിൽ കയറിയിട്ട് ഇറങ്ങാൻ നോക്കണം. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ മേളിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഇവർ കയറിയതിന് ശേഷം വിളിച്ചിട്ട് വരണില്ല. കാരണം നമുക്ക് അടുത്ത മേളിലോട്ട് പോലെ ഇവർ അടയ്ക്കണതിന് മുന്നേ എല്ലാത്തും കയറി പുറത്തിറങ്ങണ്ടേ. ഇവർ ഒരു വിധത്തിൽ കയറിയതിന് ശേഷം ഇറങ്ങത്തില്ല. ഇതാ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കിയിട്ട് മേളിലോട്ട് പോകാമെന്ന് പറഞ്ഞ് പോയി. ദച്ചു ഭയങ്കര അവരെ കൂടെ ഓടി എത്താനായിട്ട് ദച്ചുവിന് പറ്റില്ല കേട്ടോ. ദച്ചു കുഞ്ഞല്ലേ, അത് കുഞ്ഞാറ്റ് എന്തൊക്കെ മേളിൽ പോവാമെന്ന് പറഞ്ഞിട്ട്
അതുകൊണ്ട് മേളിൽ പോവാണ് കേട്ടോ. ഈ വഴിയും പോവാം. നമ്മൾ നേരത്തെ ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് ഒരു കാടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ കൂടി സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഇവിടെ ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ഈ ചക്ക് കളിക്കുന്ന സാധനം, അമ്പാടി കളിക്കുന്നത്, ഈ വിഷൻ കയറിയെന്ന് ചവിട്ടണില്ല, ഇതെല്ലാം എൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. നേരത്തെ ഇതേപോലെ നമ്മൾ വന്നപ്പോൾ മേളിൽ ഒരു അത് ഞാൻ കാണിച്ചു തരാം, പോണ വഴിക്ക് കാണിക്കാം. എന്നിട്ട് ഇവിടെ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് അത് നല്ല രസമാണ് കാണാനായിട്ട്. ഏതാണ്ട് ഇവർ രണ്ടും കൂടെ ഫോട്ടോ ഒന്നും എടുക്കാതെ പോയി കേട്ടോ. പിന്നെ അമ്പിളി ചേച്ചി വിളിച്ചിട്ട് വന്ന് നമ്മൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ഐ ലവ് ആക്കുളം ടൂറിസം വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാണ് സെൽഫി പോയിൻ്റ്. ഇവിടെ നിന്ന് എല്ലാവരെയും ഫോട്ടോ എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇവിടെ നല്ല രസമുണ്ട്, ഒരു കുട പോലെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇരുന്ന് സംസാരിക്കാനോ. പിന്നെ ഇവിടെ രാവിലെ ആൾക്കാരൊക്കെ നടക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നടക്കാനായാലും. ഇത് വന്നിട്ട് മറ്റേ നമ്മുടെ സ്പായാണ്, ഫിഷ് സ്പായാണ് വന്നിട്ട് അവിടെയുണ്ട്. അവിടെയൊന്നും ഞങ്ങൾ കയറിയില്ല, എപ്പോൾ വരുമ്പോഴും ഞങ്ങൾ കയറത്തില്ല കേട്ടോ. അപ്പം കയറുന്ന ഒരുപാട് പേരുണ്ട്. കാരണം കയറാനുള്ള സമയം കിട്ടത്തില്ല. അതിനും ഇവർക്ക് ഈ കളിക്കാനല്ലേ താല്പര്യം. അതുകൊണ്ട് ഇങ്ങനെ ഇവരെ പിറകിൽ നടക്കുമ്പോഴേ നമുക്ക് ഇവിടെ ഒന്നും കയറാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഓണമായിട്ട് 2-3 ഊഞ്ഞാൽ അവർ ഇട്ടിട്ടുണ്ട്. 3 ഊഞ്ഞാൽ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ഊഞ്ഞാൽ, ചെറിയ ഊഞ്ഞാൽ, അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇത് കണ്ടോ, സോഫ്റ്റ് പ്ലേ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. നല്ല രീതിയിൽ ഊഞ്ഞാലിൽ പൂവൊക്കെ വെച്ച് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ, ഐസ്ക്രീം ഷോപ്പുണ്ട്. പിന്നെ വന്നിട്ട് ഇവരിപ്പം കളിക്കാൻ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും കയറാനല്ല, ഇവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും 2-3 കൂടെ ഓടുന്നുണ്ടോ, അവിടെ ഒരു സ്ലൈഡ് പോലത്തെ ഉണ്ട്. പക്ഷെ അത് വന്നിട്ട് നമ്മുടെ ഈ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് എന്തോ ഒരു മെറ്റീരിയലാണ്, ഇങ്ങനെ എയർ കയറ്റിയില്ലേ നമ്മുടെ ബലൂണൊക്കെ പോലത്തെ അത് വെച്ചിട്ടാണ്. അല്ലാതെ ഇവിടെ ഗെയിമിങ് ഏരിയ ഉണ്ട്, പിന്നെ സിനിമ തിയേറ്റർ ഉണ്ട്, പിന്നെ എന്താണ് 12D സിനിമ തിയേറ്റർ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സ്ഥലത്ത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. അതിന് ഇപ്പം അമ്പാടിക്ക് വേറെ എന്തെങ്കിലും കയറാൻ പറ്റാത്തതുകൊണ്ട് അവന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ വിഷനും കൂടി അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്പിളി ചേച്ചി ടിക്കറ്റ് എടുത്ത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അമ്പിളി ചേച്ചി അവിടെ നിൽപ്പുണ്ട്, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ വിഷനും കൂടി വേണം. അപ്പോൾ ഇവരെ 4 പേരെയും കൂടി ഇങ്ങനെ ബലൂൺ പോലത്തെ സാധ്യത കയറ്റാനുണ്ട്. പക്ഷെ വിഷുവൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ടേ കയറുക. ഈ കാണില്ലേ ഇങ്ങോട്ടുള്ള വഴിയിൽ അതാ അവിടെ വെച്ചാണ് കുഞ്ഞാറ്റയുടെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. കുഞ്ഞാറ്റയുടെ ഫ്രണ്ടാണ്, കുഞ്ഞാറ്റയുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാട്ടോ. അങ്ങനെ ഇവളെ കണ്ടത് ഓടി വന്നിട്ട് ഇവള് കണ്ടിട്ട് കുഞ്ഞാറ്റയാണെങ്കിൽ അവളെ പരിചയമില്ലാത്ത പോലെയാണ് നിന്നത്. ആ കൊച്ചു പാവം കേട്ടോ, ഓടി വന്നിട്ട് എന്താണ് കുഞ്ഞാറ്റയെ കണ്ടത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയുടെ ഫ്രണ്ടിൻ്റെ പേരാണ് സിയോണ കേട്ടോ. അങ്ങനെ സിയോണേനെ അവിടെ വെച്ച് കണ്ട്. പക്ഷെ ഇത് കുഞ്ഞാറ്റ ഉണ്ടല്ലോ, കുഞ്ഞാറ്റയ്ക്ക് അങ്ങോട്ട് പോയില്ല. ആ മോള് സിയോണ വന്നിട്ട് ഓടി ഇങ്ങ് വന്നു കേട്ടോ. പിന്നെ ദച്ചുവും എല്ലാവരും പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും പിന്നെ അമ്പിളി ചേച്ചി വന്നപ്പോഴത്തേക്ക് ടിക്കറ്റും എടുത്തിട്ട് വന്നപ്പോൾ അവളുടെ അമ്മയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവള് പോവാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവൾക്ക് എങ്ങനെയെങ്കിലും കളിക്കാനായിട്ട് അങ്ങ് കയറിയാൽ മതി കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. ഇതാ പോകുന്നുണ്ട്, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൽ കയറാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഈ റെഡ് കളർ ഡ്രസ്സ് ഇട്ട പയ്യനെ കണ്ട, അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കേട്ടോ. ആ പയ്യൻ്റെ അച്ഛൻ വന്നിട്ട് അവിടെയാണ് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് പേരറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ചോദിച്ചു, ഒരു അനിയൻ കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനിയൻ വന്നില്ലെന്ന് വെച്ചപ്പോൾ ഇല്ല, അനിയൻ വീട്ടിലാണെന്ന് പറഞ്ഞു കേട്ടോ. ആ ചേട്ടൻ എവിടെയാണ് വർക്ക് ചെയ്യണം, അപ്പം ആ ചേട്ടൻ്റെ കൂടെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ മഴയെല്ലാം പോയില്ലേ, ഇപ്പം ഭയങ്കര ചൂട്. എൻ്റെ വെള്ളം കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്പാടി പോയി വെള്ളമൊക്കെ മേടിച്ചു. അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ വന്നു. വിഷ്വൻ വലിയ കുറേ ഗണ്ണ് വെച്ചിട്ടുണ്ട്. ഈ ചേട്ടനാണെങ്കിൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ നമുക്ക് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അമ്പിളി ചേച്ചിയാണ് ടിക്കറ്റ് എടുക്കാൻ പോയത്. അതുകൊണ്ട് എനിക്ക് റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. ഒരു ടിക്കറ്റില്ല, 5 ഷൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 5 എണ്ണം ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ഏത് ഗണ്ണ് വേണമെങ്കിലും എടുക്കാം. ഒരു പ്രാവശ്യം ഒരു ഗണ്ണ്, രണ്ടാമത്തെ പ്രാവശ്യം 2, അങ്ങനെ ഏത് ഗണ്ണ് വേണമെങ്കിലും നമുക്ക് ഓരോ ടൈമിലും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർ ഇത് ചെയ്ത് തരും, ലോഡ് ചെയ്ത് തരും.
അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞുതരും. കാരണം വിഷനാണെങ്കിൽ ഭയങ്കര പേടിയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇവന് ശബ്ദം കേൾക്കുമ്പോൾ ഈ പടക്കൊക്കെ നമ്മൾ ദീപാവലിക്ക് പൊട്ടിക്കത്തില്ല, അപ്പോഴെല്ലാം അവന് പേടിയാണ്, നല്ല പേടിയാണ്. അപ്പോൾ ഇത് പൊട്ടിക്കാൻ നേരത്ത് ഒച്ച കേൾക്കോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് കേൾക്കത്തില്ല, പിന്നെ മാത്രമല്ല ഇങ്ങനെ വെച്ച് വെടിവെക്കരുത്, കാരണം അത് തിരിച്ചു വന്ന് അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞല്ലേ, അവന് അറിയത്തില്ല. ഇത് നമ്മൾ മറ്റേ വീട്ടിൽ വാങ്ങിക്കുന്ന പോലെയല്ല കേട്ടോ, ഇത് ഏകദേശം നല്ല നല്ല പോലെ ഫോഴ്സിൽ പോണ ഒരു ഇതാട്ടോ. അങ്ങനെ വിഷു ഇപ്പം നോക്കിയോണേ, ഒരു കൈയെടുത്ത് ചെവിയിൽ വെച്ചിട്ട് കണ്ട പേടിയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞാൽ തിരിക്കരുത്, കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാതെ കൈ തട്ടി അത് വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവും. അങ്ങനെ പിന്നെ എന്താ, അത് വെടിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഏത് തോക്ക് വേണമെന്ന് ചോദിച്ചു. അങ്ങനെ വലിയൊരു തോക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതെടുക്കാനുള്ള ആരോഗ്യം അവനില്ല. അങ്ങനെ അവൻ തന്നെ പറഞ്ഞു വേണ്ട, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പിടിച്ചെല്ലാം വെച്ച് കൊടുക്കും, നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അവൻ പറഞ്ഞു എനിക്ക് മറ്റേ ചെറിയ തോക്ക് തന്നെ മതി, വേറെയും ഒരു ചെറിയ തോക്കുണ്ട്, പക്ഷെ അത് വേണ്ട, ആദ്യം എടുത്തത് തന്നെ മതി, കാരണം നല്ല വെയിറ്റുള്ള സാധനമാണ് കേട്ടോ. പേടിയായതുകൊണ്ട് ചെവി ഒറ്റ ചേട്ടാ. എന്നിട്ട് പറയുന്നുണ്ട് പേടിക്കണ്ട, ശബ്ദം കേൾക്കില്ല എന്ന്. എന്നിട്ടും പക്ഷെ അവന് ഭയങ്കര പേടിയാട്ടാ. ഒന്നും അടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവനൊരു സന്തോഷമാവട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാ. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്പാടിക്കും കൂടി ഉണ്ടായിരുന്നു. അമ്പാടിക്ക് വേറെ ഒന്നിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അമ്പാടീനെയും കൂടി അതിൻ്റെ അകത്ത് ഇതിൽ എടുത്ത്. അപ്പോൾ നമുക്ക് ഈ അടുത്ത് അമ്പാടിയുടെ അടുത്തേക്കുള്ള ആ ചേട്ടനെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ വീട്ടിൽ പോണ വഴിക്ക് ഒരു കടയുണ്ട്, അവിടെ വർക്ക് ചെയ്യണ ആ ചേട്ടൻ. അങ്ങനെ ഞാൻ കുറേ പേരെ പരിചയമുള്ളവരെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും തോക്കെടുത്തു. പക്ഷേ അമ്പാടിയുടേത് ഞാൻ അപ്പോഴേക്കും നമ്മളിവിടെ നിന്നപ്പോഴത്തേക്ക് അന്ന് ഫസ്റ്റ് സോഫ്റ്റ് പ്ലേ എന്ന് പറഞ്ഞ് കണ്ടില്ലായിരുന്നോ, അവിടെ നിന്ന് അവർക്ക് ഡെമോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒന്ന് വിടുമോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ അമ്പാടി ചെയ്ത് തീർന്നതിന് മുന്നേ വിശ്വനെയും ദച്ചുനെയും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിശ്വനെയാണ് വന്ന് ചോദിച്ചത് അവർ, കാരണം വിശ്വനെ കണ്ടാൽ അത്രേ വയസ്സേ പറയത്തുള്ളൂ. കുഞ്ഞാറ്റേനെയും ദച്ചുവിനെയും കൂടി അവിടെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ അവർക്കൊരു ഡെമോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പയ്യനുണ്ടായിരുന്നു. ഇത് ഫുള്ള് AC ആണ് കേട്ടോ, AC വെച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇതും പുതിയതായിട്ട് അവർ ചെയ്തതാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസമായി. വെളിയിലാണെങ്കിൽ എന്താ ചൂടായിരുന്നു, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് ഞാനും കൂടി കയറി കേട്ടോ. വേറെ ആരില്ലെന്ന് ഈ 3 പേരും ഞാനും പിന്നെ ആ ഷൂട്ട് ചെയ്യാൻ ആ പയ്യനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാതെ ഇതിൻ്റെ അകത്ത് കയറാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര രസമുണ്ടായിരുന്നു. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കുഞ്ഞു പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ എനിക്ക് ടിക്കറ്റ് റേറ്റ് അറിയില്ല, കാരണം നമ്മൾ എടുക്കാതെ കയറിയതുകൊണ്ട്, ഡെമോ ചെയ്യാനായിട്ട് കയറിയതുകൊണ്ട് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഒരുപാട് പൈസ ആവത്തില്ല, അത് ഉറപ്പാണ്. കാര്യം എല്ലാത്തിനും ഒരുപാട് റേറ്റൊന്നുമില്ല. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ചെറിയ റേറ്റുകളൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കി, എല്ലാത്തിലും വലിഞ്ഞിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ബോൾസ് കിടക്കണതിലൊക്കെ കയറുന്ന കുഞ്ഞാറ്റത്തെ മറിഞ്ഞ് തകർക്കുകയാണ്. ദച്ചു അതിനിടെ അതെന്താ കയ്യിലൊക്കെ എന്തൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഒരു മാനിനെ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. പിന്നെ കുറേ ടോയ്സ് ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്, ഡോറ അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ കളിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അതൊന്നും അവർ കണ്ടില്ല. ഇവർ ഈ ചാടി മറിക്കണേൽ ആ ബോൾസ് ഇട്ടേക്കണേൽ വന്ന് തലകുത്തി വീഴാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ അതിൽ തന്നെ എല്ലാം കൂടി കളിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കുറേ കളിപ്പാട്ടമുണ്ട് കേട്ടോ കളിക്കാനായിട്ട് കുഞ്ഞു പിള്ളേർക്ക്.
പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടാണ് വന്നത്. സാധാരണ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുറത്തിറങ്ങിയാൽ പിന്നെ അവർ കയറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഇവിടെ നിൽക്കണില്ലേ, ആ ചേട്ടനാണ് ഇതിൻ്റെ ടിക്കറ്റ്സ് എല്ലാം കളക്ട് ചെയ്യണ ആൾ കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്, നമ്മളിങ്ങനെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തിരിച്ചു വരുമെന്ന്. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു ആ കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് അവർക്ക് ഇവിടെ വരുന്ന മെയിൻ കാരണം ഇതാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ, ഏകദേശം 1-2 വർഷം മുന്നേ ഇതിൻ്റെ തന്നെ വേറെ ഒന്ന് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇതിപ്പോൾ ബലൂൺ, നമ്മുടെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവമല്ലേ, അതിന് മുന്നേ ഇവർ തുണിയിലതായിരുന്നു കൊണ്ടുവന്നത്. ഇവരെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷനൊക്കെ പറഞ്ഞു ഇറങ്ങണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു പോളിസ്റ്റർ തുണി പോലത്തെ സാധനമാണ്, അതിൽ ഒരയുമ്പോഴത്തേക്ക് മുറിയും ആയിരുന്നു. അങ്ങനെ പിന്നീട് ഞാൻ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് കേരള എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇത് കൊള്ളാം. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അത് അവർ മാറ്റിയിട്ട് പുതിയതായിട്ട് ഇത് കൊണ്ടുവന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഒരുപാട് ഇഷ്ടപ്പെടും, നല്ല രസമുണ്ട്. വിഷുവിനൊക്കെ തലം കുത്തി ദച്ചു കാരണമുണ്ടോ ദച്ചു ഇപ്പോൾ കുഞ്ഞാറ്റ ചാട് നോക്കിക്കോണേ. എൻ്റെ അമ്മേ, കുഞ്ഞാറ്റയുടെ മമ്മിക്ക് അയച്ചു കൊടുക്കുക, കുഞ്ഞാറ്റല്ല ചക്കുവിൻ്റെ മമ്മിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പാടി അവിടെ നിന്ന് എടുക്കണുണ്ട് കേട്ടോ. അവളാണെങ്കിൽ ചാടി മറിഞ്ഞ് അതിൻ്റെ മേളിൽ നിന്ന് പറഞ്ഞു എല്ലാ പിള്ളേരും. അവസാനം ഇത് കയറിയതിന് ശേഷം ഒരു വിധത്തിൽ ഇറങ്ങില്ല. 1 മണിക്കൂർ എന്തോ ആണ് ഇതിന് ടൈം ഉള്ളത് കേട്ടോ, അങ്ങനെ എന്തോ ഉണ്ട്, ടൈം എത്രയുണ്ട്, ഒരു വിധത്തിൽ ഇവർ ഇറങ്ങൂല. ദച്ച് പറഞ്ഞ ചാടി പറഞ്ഞ ദച്ച് സ്ലോ ആയിട്ട് കണ്ട. അങ്ങനെ ഇത് കുഞ്ഞാറ്റയുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെ ആയപ്പോഴത്തേക്ക് ഇവരെ കൂടെ കൂട്ടുകൂടി. ദച്ചുവിൻ്റെ അടുത്ത് ഭയങ്കര കൂട്ടായ കേട്ടോ, കുഞ്ഞാറ്റേനേക്കാൾ കൂട്ട് ദച്ചുവിൻ്റെ കൂടെ പിറകെ നടക്കാൻ, ദച്ചുവിൻ്റെ കൂടെ കളിക്കാനും തുടങ്ങി കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ദച്ചു എന്നും പറഞ്ഞ് അവൾ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. ദച്ചുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ചേച്ചീനെ. അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് മറിഞ്ഞ് കുഞ്ഞാറ്റ ദച്ചു പറഞ്ഞത് ചാടി വരികയാണ്. വിഷുവിന് വേറെ എല്ലാവരും കൂടി ഒരു സൈഡിൽ കൂടെ പോണ്. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കൊണ്ടുപോയി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്നും ഉണ്ടെന്ന് കാണിക്കണം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയണേ. അപ്പോൾ സമയം പോവാൻ എളുപ്പമാണ്. കാരണം എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മടിയാണ് ഈ പുറത്ത് പോകാനായി. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോകാനായിട്ട് ഭയങ്കര മടിയാണ്. കാര്യം എനിക്ക് പാറൂസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ക്ലൗഡ് കിച്ചൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഉച്ച കഴിയുമ്പോഴേക്കും പിന്നെ ക്ഷീണിച്ച് കഴിയുമ്പോൾ എനിക്ക് പിന്നെ പുറത്ത് പോകണ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇവരെപ്പോഴും പരാതി പറയും പുറത്ത് പോകണില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ എപ്പോഴും പുറത്ത് കൊണ്ടുപോകുന്നത്. കാരണം എനിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ പുറത്ത് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ഞാൻ ബിസി ആയതുകൊണ്ട് പുറത്ത് പോകണത് കുറവാണ്. ഇന്നിപ്പോൾ ഇവരെ ഹാപ്പിയാണ്. അതിനിടയ്ക്ക് മേളിൽ കൂടി ദാണ്ട ഒരു ചേട്ടൻ സൈക്കിള് ചവിട്ടിക്കൊണ്ട് പോകണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ബോട്ടിലിങ്ങനെ ചവിട്ടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും നമ്മൾ കയറ്റിയില്ല. കാര്യം ഒന്നാമത് ടൈം കഴിയാറായിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഇവിടെ നിന്ന് നമ്മളെ ഇറക്കി വിടുന്ന ഒരു സിറ്റുവേഷൻ വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ഇറങ്ങണ കോളില്ല. രാത്രി 10 മണി ആവാറായി കേട്ടോ. എനിക്കാണെങ്കിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ വിളിച്ച് ഇറങ്ങെന്ന് പറഞ്ഞിട്ട് ചേച്ചിയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു വിധത്തിൽ വരില്ല. അവസാനം അവർ തന്നെ വന്ന് ഇറക്കി വിട്ട് അവർ ആ സ്ലൈഡിൻ്റെ സംഭവം ക്ലോസ് ചെയ്ത് കാറ്റഴിച്ച് വിട്ട് അങ്ങനെ അവരെവിടെ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ അവരെന്നും ഇറങ്ങൂലായിരുന്നു. കാര്യം എല്ലാം ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് പതുക്കെ ഓരോന്നായിട്ട് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് പോകാനുള്ള തിരക്കായി. 10 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് അപ്പോഴേക്ക് ക്ഷീണിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു. ദച്ചുവിൻ്റെ തലമുടിയൊക്കെ വിയർത്തിങ്ങനെ ഒലിക്കുവാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് നടന്നു പോയി. എല്ലായിടവും ക്ലോസ് ചെയ്തതുണ്ടോ, എല്ലാവരും ക്ലോസ് ചെയ്ത് അവരെല്ലാവരും വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ ഒരു വിധത്തിലും വരത്തില്ല. അങ്ങനെ കുഞ്ഞാറ്റ ഹാപ്പി ആണോ ചക്കു ഹാപ്പി ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവണം. എന്നിട്ടും മതിയായില്ല. അടുത്ത പോയി ഊഞ്ഞാലിൽ കയറാൻ പോവാണ്. ദച്ചുവിനെ കൊണ്ട് ഈ വലിയ ഊഞ്ഞാലിൽ കയറാനായിട്ട് എത്തത്തില്ല എന്നാലും പോവാണ്. പിന്നെ മാത്രമല്ല ഇത് ഇങ്ങനെ
കുത്തനെയുള്ള സ്ഥലമായതുകൊണ്ട് കയറി കഴിഞ്ഞാൽ വീഴണമെങ്കിൽ താഴോട്ട് പോകും. അങ്ങനെ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ദച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞ് ചെറിയ ഊഞ്ഞാലിൽ കയറാനിട്ട് അങ്ങനെ വിഷം മാറിക്കൊടുത്ത കേട്ടോ. മാറിക്കൊടുത്ത് അവിടുത്തെ സ്റ്റാഫാണ് പോണത്, അവരെല്ലാം അടച്ചു പൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ വിഷം വലിയ ഊഞ്ഞാലിലും ദച്ചു ചെറിയ ഊഞ്ഞാലിലും കയറി. അവിടെ കുഞ്ഞാറ്റ് 3 ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടി ഇവർ വരാത്തതുകൊണ്ട് അമ്പാടിക്ക് മടുത്ത് അമ്പാടി പോയി ഒരിടത്ത് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ അണച്ചെല്ലാം. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി. അപ്പോൾ ഉടനെ അമ്പിളി ചേച്ചി ഇതായി ഇവിടെ ഒരു കുട വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ലൈറ്റ് സെറ്റ് ചെയ്ത് അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് താഴോട്ട് പോകുമായിരുന്നു. താഴോട്ട് പോയപ്പോഴും ഇവർ താഴെ പോയിട്ട് നമ്മുടെക്കാൾ സ്പീഡിന് ഓടി. എന്തിനാണ് അടുത്ത് പിന്നെയും കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് പിന്നെയും കളിയോട് കളി തന്നെ. ഒരു രീതിയിൽ വീട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ല. എന്താ താഴെ ഇത്രയും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കയറാനായിട്ട്. അതിനിടയ്ക്ക് താഴെ എത്തി അവിടെ തന്നെ കളിയോട് കളി. എത്ര പറഞ്ഞിട്ടും കേൾക്കില്ല. വരണില്ല, അവർ വരത്തില്ല കാര്യം. പക്ഷെ കളിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. ആരുമില്ല, നല്ല സൂപ്പറായിട്ട് കിടപ്പുണ്ടായിരുന്നു. സ്വസ്ഥം, സമാധാനം, പേടിക്കാനൊന്നുമില്ല. കാരണം ഒരുപാട് പിള്ളേർ അവിടെ നമ്മളെ പിള്ളേരെവിടെ എവിടെയൊന്നും തപ്പി നടക്കേണ്ടി വരണം. ഇത് ആരും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അപ്പോഴേക്കും തന്നെ ട്രെയിന് പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ കയറിയ ട്രെയിന്. 3 ബോഗിയാണുള്ളത്. കുറേ ബെഞ്ചസൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് എപ്പോഴും വേണമെങ്കിലും ഇരിക്കാൻ. പിന്നെ വേസ്റ്റ് ഇടാനൊക്കെ അവർ പ്രത്യേകം ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല ക്ലീനാണ് കേട്ടോ. ക്ലീനായിട്ട് അവർ സൂക്ഷിക്കാറുണ്ട്. പിന്നെ ഈ കരിയില വീഴണത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും അവർ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചുതാ മണ്ടയിൽ വലിഞ്ഞിട്ട് കയറിയിട്ടുണ്ട്. വിഷം അവിടെ കിടന്ന് തൂങ്ങണുണ്ട്. അവസാനം എനിക്ക് വയ്യ, പറഞ്ഞ് ഞാൻ മടുത്ത്. വരാൻ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ വരില്ല. അതാ കുഞ്ഞാറ്റ. അപ്പോഴേക്കും ബിജുചേട്ടൻ നമ്മളെ രാത്രി ആയതുകൊണ്ട് വിളിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും വന്നതുകൊണ്ട് പിന്നെ കുഞ്ഞാറ്റ പതുക്കെ അച്ഛനെ കണ്ടതുകൊണ്ട് പതുക്കെ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്പാടി അവിടെ ഇരുന്ന് ഊഞ്ഞാലാട്ടം തുടങ്ങി. കാരണം അവൻ ചെന്നിട്ട് അവന് കയറാൻ പറ്റിയ സാധനം ഇല്ലാത്തതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്ന് റെസ്റ്റ് എടുക്കുക. കാരണം നിന്ന് ബോറടിച്ചു. വിഷുന്തോ അടുത്തത് ഏതിലോ ഒന്നിൽ കയറാൻ വേണ്ടിയിട്ട് ഓടിയൊക്കെയാണ്. പിള്ളേരെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ വഴിയിൽ എല്ലാത്തിനും നിന്നെ നുള്ളിപ്പറക്കി വേണം കൊണ്ടുപോകാനായിട്ട്. അമ്പിളി ചേച്ചി തളർന്ന് അവിടെ നിപ്പായി. വിഷുന് മതിയായില്ല, അതാ ഓടണത്. ഏതൊക്കെയോ വഴിയിൽ ഓടാൻ. എന്താ എൻ്റെ മരമാണ്, വലിയ മരമാണ് കേട്ടോ. അങ്ങനെ വിതച്ചു. മറ്റേ കുഞ്ഞാറ്റയുടെ ഫ്രണ്ടുമായിട്ട് ഭയങ്കര കൂട്ടാണ്ട് അവൾ വിളിച്ചപ്പോൾ അതിൻ്റെ പിറകെ പോയത്. അത് ചക്ക ഉരിക്കണമൊക്കെയാണ്. ഏറ്റവും മേളിൽ കയറി അവിടെ ഇരിപ്പുണ്ട്. ഇനി അടുത്ത ഇതിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഇതിലും കൂടെ കയറിയിട്ട് പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് ലാസ്റ്റ് വന്ന് ഇതിൽ കയറുകയാണ്. വലിഞ്ഞിട്ടൊക്കെ ദച്ചുവിനെ കൊണ്ട് പറ്റില്ല. അപ്പോഴേക്കും ബിജുചേട്ടൻ വന്ന് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞാറ്റ അച്ഛനെ കണ്ടോടനെ അവൾ അച്ഛൻ്റെ കൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ വിളിച്ചിട്ട് പോകാൻ വിളിച്ചിട്ട് ലാസ്റ്റ് എൻ്റെ ഇത് വന്നിട്ട് അമ്പാടി ഒരു സ്ഥലത്ത് പിള്ളേരെല്ലാം ഒരു സൈഡിലും കയറിയിരുന്ന് അരങ്ങളില്ല കേട്ടോ. അപ്പോഴേക്ക് കുഞ്ഞാറ്റനെയും കൂടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പോയേട്ടോ. ഈ കുഞ്ഞാറ്റ ബിജുചേട്ടൻ വിളിച്ചുകൊണ്ടിരുത്തി. കാരണം അവൾക്ക് പിന്നെ പോയാൽ മതി. അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവൾക്ക് പോയാൽ മതി. അങ്ങനെ പിന്നെ വിഷൻ എന്ത് പിണങ്ങി ഇറങ്ങിയോ? ഇല്ല, വിഷ അവിടെ കയറിയിട്ട് ഇവർ 4 പേരും കൂടി ഇപ്പുറത്തെ സൈഡിലും കയറി കേട്ടോ. കുഞ്ഞാറ്റയുടെ ഫ്രണ്ട് കുഞ്ഞാറ്റ ഒന്നിൽ, ചക്കും ദച്ചു ഒന്നിൽ. എന്നിട്ട് അത് ആക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് പോകണുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ മേലുള്ള കസരത്തും കൂടെ കഴിഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ദച്ചു അവിടെ ഇതൊന്നും വന്നില്ലേ? അതോ വരണുണ്ട്. ദച്ചു അവിടെ നിന്ന് പതുക്കെ വരികയാണ്. ദച്ചു, ചക്കു, അമ്പാടി, അമ്പിളി ചേച്ചി എല്ലാം കൂടി വരികയാണ്. വരണ വഴിക്ക് വിയർത്ത് കുളിച്ച് നനഞ്ഞതുപോലെ കേട്ടോ. ഇനി ഏതിൽ കയറാമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അവിടെ ആ സൈഡിലോട്ട് മറ്റേ പൂളുണ്ട്.
പിന്നെ അല്ലാതെ ട്രെയിനാണ് കിടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ അന്വേഷിച്ച് നടക്കണം അടുത്ത് എന്തി കയറാം. വരണ വഴിക്ക് മറ്റേ നമ്മുടെ താറാവിനെ കണ്ടു. ഉടനെ അതിൽ ചാടി കയറാൻ വേണ്ടിയിട്ട് പോയി. വിശ്വം ചാടി കയറി. അവൾക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റില്ല കേട്ടോ. കയറാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഇനി അടയ്ക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് കയറാതെ പതുക്കെ സ്ഥലം വിട്ടു. അങ്ങനെ ബൈ, എല്ലാവർക്കും ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാം, ബൈ പറയാനായിട്ട്. അങ്ങനെ ബൈ എല്ലാം പറഞ്ഞിട്ട് ഇത് വിഷു അവിടെ നിന്ന് കറങ്ങണതേ ഉള്ളൂ. അമ്പിളി ചേച്ചിയും ബൈ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ പുറത്തെത്തിയപ്പോൾ അവിടെ ഗാനമേള നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ എന്നിട്ട് അവിടെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെയിരിക്കണം. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നീറ്റായിട്ടാണ് അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. പുറത്തെത്തിയപ്പോൾ ഒരു കപ്പലണ്ടി ചേട്ടൻ കപ്പലണ്ടി വിൽക്കുന്നുണ്ട്. അങ്ങനെ ഓണമല്ലേ, ഞാൻ അമ്പിളി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് കപ്പലണ്ടി വാങ്ങിയിട്ട് പാവൊറ്റി കുറേ നേരമായിട്ട് നിൽക്കണം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.